നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി ബുള്ളറ്റിനിലേക്ക്. നാളെ 2026 ജൂൺ മാസം 22-ാം തീയതി തിങ്കളാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ ഡെയിലി ബുള്ളറ്റിൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എല്ലാവരും പൂർണ്ണമായും ശ്രദ്ധിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുവാനും വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട ജില്ലകളിലായി മഴ കനക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് 8 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകൾക്കാണ് മുന്നറിയിപ്പ്. നാളെയും മറ്റന്നാളും യെല്ലോ അലർട്ട് തുടരും. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഇന്ന് ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. ഏറെ നാളായി കാത്തിരുന്ന PM കിസാൻ സമ്മാൻ നിധിയുടെ ധനസഹായം ഇന്നലെ ഉച്ചകഴിഞ്ഞ് കേന്ദ്ര സർക്കാർ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെയാണ് ഡയറക്ട് ബെനഫിറ്റ് ട്രാൻസ്ഫർ വഴി ഈ തുകയുടെ വിതരണം നിർവഹിച്ചത്. PM കിസാൻ സമ്മാൻ നിധിയുടെ 23ാമത്തെ ഗഡുവാണ് കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ജൂൺ 20-ന് ഉച്ചകഴിഞ്ഞ് 3:45 ഈ പദ്ധതിയുടെ ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുമെന്നും സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ തുക വിതരണം ചെയ്യുമെന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ മുൻകൂറായി തന്നെ അറിയിച്ചിരുന്നു. ഇതുപ്രകാരം PM കിസാൻ സമ്മാൻ നിധിയുടെ റിലീസ് തീയതി സംബന്ധിച്ച വിവരങ്ങൾ വ്യക്തമാക്കി നമ്മുടെ ചാനലിൽ മുൻപ് തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നതാണ്. കേരളത്തിൽ ഏകദേശം 27 ലക്ഷം കർഷക കുടുംബങ്ങൾക്കാണ് കിസാൻ സമ്മാൻ നിധി ലഭിക്കുന്നത്. KYC പൂർത്തിയാക്കിയവർക്കാണ് ഈ സഹായം ലഭിക്കുക. മുൻപ് KYC പൂർത്തിയാക്കിയവർക്കും 21, 22 ഗഡുക്കൾ മുടക്കം കൂടാതെ ലഭിച്ചവർക്കും ഈ പ്രാവശ്യത്തെ തുക ലഭിക്കുന്നതിൽ യാതൊരു തടസ്സങ്ങളുമില്ല. DBT സംവിധാനം വഴി പ്രോസസ് ചെയ്തിട്ടുള്ളതിനാൽ ഈ തുക നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് എത്തുന്നതാണ്. തുക ലഭിച്ചവർ അക്കാര്യം ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തുക ഇതുവരെ ലഭിക്കാത്തവർക്ക് വരുന്ന മണിക്കൂറുകളിൽ തന്നെ ബാങ്ക് അക്കൗണ്ടുകളിൽ ഈ തുക ക്രെഡിറ്റ് ആകും. എല്ലാ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ഒരേ സമയം തുക എത്തിച്ചേരണമെന്നില്ല. സാധാരണയായി ലഭിക്കാറുള്ളത് പോലെ തന്നെ പല ബാങ്ക് അക്കൗണ്ടുകളിലേക്കും മണിക്കൂറുകളുടെ വ്യത്യാസത്തിലായിരിക്കും തുക ക്രെഡിറ്റ് ആവുക. അതിനാൽ ദയവായി ക്ഷമയോടെ കാത്തിരിക്കുക. തുക അക്കൗണ്ടിൽ വന്നാലുടൻ ബാങ്കിൽ നിന്നുള്ള SMS അലർട്ട് നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതാണ്. എന്നാൽ സീറോ ബാലൻസ് അക്കൗണ്ട് പോലുള്ളവ ഉപയോഗിക്കുന്നവർ ചിലർക്ക് ഇത്തരം അറിയിപ്പുകൾ ലഭിച്ചെന്ന് വരില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മിസ്ഡ് കോൾ ബാങ്കിംഗ് സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തി നിങ്ങളുടെ അക്കൗണ്ടിലെ ബാലൻസ് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. അശരണരായ വിധവകൾക്ക് സംരക്ഷണം ഒരുക്കുന്ന ബന്ധുമിത്രാദികൾക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകുന്ന അഭയകിരണം പദ്ധതിയിലേക്കുള്ള അപേക്ഷകൾ ആരംഭിച്ചു. 1 വർഷത്തേക്ക് സാമ്പത്തിക സഹായം അനുവദിക്കുന്ന ഈ പദ്ധതിയിലേക്ക് ഡിസംബർ 15 വരെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. ഇതിനായി അപേക്ഷകർ മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെട്ടവരും കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ താഴെയുള്ളവരുമായിരിക്കണം. കൂടാതെ സംരക്ഷിക്കപ്പെടുന്ന വിധവയ്ക്ക് 50 വയസ്സിന് മുകളിൽ പ്രായമുണ്ടായിരിക്കണം. ഒപ്പം അവർക്ക് പ്രായപൂർത്തിയായ മക്കളുണ്ടാകാനും പാടില്ല. ഈ നിബന്ധനകൾ പാലിക്കുന്നവർക്ക് വനിതാ ശിശുവികസന വകുപ്പ് വഴിയാണ് ആനുകൂല്യം ലഭിക്കുക. അപേക്ഷകൾ സമർപ്പിക്കുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി നിങ്ങളുടെ അടുത്തുള്ള അംഗനവാടിയുമായി ബന്ധപ്പെടാവുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജനക്ഷേമ പദ്ധതികളിൽ ഒന്നാണ് ആശ്വാസകിരണം പദ്ധതി. ഗുരുതര രോഗങ്ങൾ ബാധിച്ചവർ അല്ലെങ്കിൽ പൂർണ്ണമായും കിടപ്പിലായ രോഗികൾ എന്നിവരെ പരിചരിക്കുന്നവർക്കായിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത്. രോഗികളെ പരിചരിക്കുന്നത് വഴി പരിചാരകർക്ക് അവരുടെ തൊഴിൽ ദിനങ്ങളും വരുമാനവും നഷ്ടപ്പെടാറുണ്ട്. ഇതിന് ചെറിയൊരു ധനസഹായം അല്ലെങ്കിൽ ആശ്വാസമേകുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരള സാമൂഹിക സുരക്ഷാ മിഷൻ ഈ പദ്ധതി മുൻപോട്ട് കൊണ്ടുപോകുന്നത്. നിലവിൽ ഈ ധനസഹായം ലഭിച്ചുകൊണ്ടിരിക്കുന്നവർ ഇത് പുതുക്കേണ്ട സമയമാണിത്. ജൂൺ മാസം 30-നകം ലൈഫ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള രേഖകൾ ഹാജരാക്കേണ്ടതുണ്ട്. അക്ഷയ കേന്ദ്രങ്ങൾ, ജനസേവന കേന്ദ്രങ്ങൾ, കോമൺ സർവീസ് സെന്ററുകൾ എന്നിവ വഴി ഇപ്പോൾ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാവുന്നതാണ്. ആവശ്യമായ രേഖകൾ കൃത്യമായി അറ്റാച്ച് ചെയ്തു വേണം അപേക്ഷ നൽകാൻ. സമയത്ത് പുതുക്കിയില്ലെങ്കിൽ ആനുകൂല്യം മുടങ്ങുമെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി 2018 ഏപ്രിൽ 1-ന് ശേഷം അപേക്ഷ സമർപ്പിച്ചിട്ടും തുക ലഭിക്കാത്തവർ ഉണ്ടെങ്കിൽ കുടിശ്ശിക ലഭിക്കുന്നതിനായി വീണ്ടും പുതുക്കാനുള്ള അവസരമുണ്ട്. ഇതിനായി മുൻപ് അപേക്ഷയോടൊപ്പം നൽകിയ രേഖകൾ ഒരിക്കൽ കൂടി റീസബ്മിറ്റ് ചെയ്യേണ്ടതാണ്. സോഷ്യൽ സെക്യൂരിറ്റി മിഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി വേണം ഇത് ചെയ്യാൻ. കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ ബന്ധപ്പെടാനായി ഹെൽപ്പ് ലൈൻ നമ്പറുകളും ലഭ്യമാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. നിലവിലെ ക്ഷേമ പെൻഷൻ തുകയായ 2000 രൂപ തന്നെയാണ് നമുക്ക് തുടർന്നും ലഭിക്കുക. VD സതീശൻ അവതരിപ്പിച്ച 1-ാം ബജറ്റിൽ ക്ഷേമ പെൻഷൻ വർധനവിനെ കുറിച്ച് പരാമർശങ്ങളില്ല.
നയപ്രഖ്യാപനത്തിൽ പെൻഷൻ 3000 രൂപയാക്കി ഉയർത്തുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അത് ഈ സർക്കാരിന്റെ കാലാവധിക്കുള്ളിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. അതിനാൽ ഈ ഇടക്കാല ബജറ്റിൽ 100 രൂപയുടെയെങ്കിലും വർധനവ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അതും ഉണ്ടായില്ല. 7 മാസത്തെ കാലാവധി മാത്രമുള്ള ഈ ബജറ്റിൽ പുതിയ മാറ്റങ്ങളില്ലാത്തതിനാൽ അടുത്ത മാസവും 2000 രൂപ തന്നെയായിരിക്കും പെൻഷനായി ലഭിക്കുക. ജൂൺ മാസത്തെ പെൻഷൻ ഈ മാസം 25ഓടെ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തും. കൈകളിൽ നേരിട്ട് പെൻഷൻ ലഭിക്കുന്നവർക്ക് ജൂലൈ 5-ന് മുൻപായി വിതരണം പൂർത്തിയാക്കും. വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനും വിധവ അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർക്കുള്ള രേഖകൾ നൽകാനും ഇനി 10 ദിവസം കൂടിയാണ് സമയമുള്ളത്. എന്നാൽ ഇത് എല്ലാവരും നൽകേണ്ടതില്ല. മാർച്ചിന് മുൻപ് നോൺ മാരേജ് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുള്ള വിധവ അവിവാഹിത പെൻഷൻകാർ ഇപ്പോൾ വീണ്ടും നൽകേണ്ടതില്ല. അന്ന് നൽകാൻ കഴിയാത്തവർ മാത്രം ഇപ്പോൾ സമർപ്പിച്ചാൽ മതി. അതുപോലെ വരുമാന സർട്ടിഫിക്കറ്റ് നേരത്തെ നൽകിയവരും വീണ്ടും നൽകേണ്ടതില്ല. 2019 ഡിസംബർ 31-ന് മുൻപ് പെൻഷൻ അനുവദിച്ചു കിട്ടിയവർ മാത്രമാണ് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടത്. അതിനുശേഷം പെൻഷൻ ലഭിച്ചു തുടങ്ങിയവർ ഈ സർട്ടിഫിക്കറ്റ് നൽകേണ്ടതില്ല. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മസ്റ്ററിംഗ് ആണ്. കഴിഞ്ഞ വർഷങ്ങളിൽ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലായിരുന്നു മസ്റ്ററിംഗ് നടന്നിരുന്നത്. എന്നാൽ നിലവിൽ മസ്റ്ററിംഗ് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനങ്ങളൊന്നും വന്നിട്ടില്ല. പിണറായി സർക്കാരിന്റെ കാലത്താണ് മസ്റ്ററിംഗ് സമ്പ്രദായം കൊണ്ടുവന്നത്. പുതിയ സർക്കാർ ഇത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് കാത്തിരുന്ന് കാണാം. തൽക്കാലം മസ്റ്ററിംഗ് പ്രഖ്യാപിക്കാത്തതിനാൽ മസ്റ്ററിംഗ് ചെയ്തില്ലെങ്കിലും അർഹരായവർക്കെല്ലാം ജൂൺ മാസത്തെ പെൻഷൻ മുടങ്ങാതെ ലഭിക്കുന്നതാണ്. ഏറ്റവും അവസാനമായി സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം വർധനവ് രേഖപ്പെടുത്തിയ സ്വർണ്ണവിലയിൽ ഇന്ന് മാറ്റമില്ല. 2026 ജൂൺ 21-ന് ഞായറാഴ്ച 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 20 രൂപ കൂടി 13,390 രൂപയും പവന് 160 രൂപ കൂടി 1,07,120 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഡെയിലി ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. യൂട്യൂബിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഫോളോ ചെയ്യുക. Please subscribe our channel.